ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാം. കേക്ക് ട്രേയിലേക്ക് എണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഒരു വൈറ്റ് ഷീറ്റ് പേപ്പർ വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വൈറ്റ് പേപ്പറാണ് വെച്ചിരിക്കുന്നത്. എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതുപോലെ എണ്ണ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി എടുക്കാം. കേക്ക് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് 250 ml അളവുള്ള കപ്പാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഇതിവിടെ 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. 3 പ്രാവശ്യം തന്നെ അരിച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. പാത്രത്തിലേക്ക് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. സെൻറ്ററിൽ വെച്ച് കൊടുക്കാനായിട്ട് നോക്കാം. ഒരു തട്ട് കൊണ്ട് മൂടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. മുട്ട അടിച്ചെടുക്കാനായിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. ഇതുപോലെ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്റ്റീലാണെങ്കിലും പ്ലാസ്റ്റിക് ആണെങ്കിലും ഏത് വേണമെങ്കിലും എടുക്കാം. നല്ല ഡ്രൈ ആയ ബൗളായിരിക്കണം. 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബീറ്റർ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം. ചെറിയ സ്പീഡിലിട്ടിട്ട് മുട്ടയൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്തിട്ട് ക്രീമി പരുവത്തിൽ അടിച്ചെടുക്കാം. ഇതുപോലെ ക്രീമി പരുവത്തിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഓവറായിട്ട് അടിച്ചെടുക്കരുത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഈ വിനീഗർ ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടയുടെ ഒട്ടും സ്മെല്ല് കേക്കിനകത്തേക്ക് വരത്തില്ല. ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്തിട്ട് ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കുറേശ്ശെ പൊടി ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്നിച്ച് ചേർത്ത് പറഞ്ഞാൽ കട്ടയായി പോകും. ഇടയിലൊന്ന് കട്ട് ചെയ്ത് ഒരേ സൈഡിലേക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. എല്ലാ പൊടിയും ചേർത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാനായിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ചൂടായിക്കൊണ്ടിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പാത്രത്തിനകത്തേക്ക് കേക്ക് ബാറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ മൂടി കൊണ്ട് അടച്ചു വെച്ച ശേഷം എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 35 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കേക്ക് ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ലപോലെ ബേക്ക് ആയിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇത് ചൂടാറിയ ശേഷം നമുക്ക് മാറ്റിയെടുക്കാം. കേക്ക് ഞാനിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് ബട്ടർ പേപ്പർ മാറ്റിയെടുക്കാം. ചെറിയ ചൂടിൽ തന്നെ ഈ ബട്ടർ പേപ്പർ എടുത്ത് മാറ്റണം. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവും ബാക്ക് സൈഡ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കേക്കിന് 3 ലെയറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിച്ചത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ബൗളും ഈ ബ്ലേഡും ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ട്രോപ്പോലൈറ്റ് എന്ന് പറഞ്ഞ വിപ്പിംഗ് ക്രീമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 1 kgൻ്റെ പാക്കറ്റാണ്. ഇതിൽ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് 210 രൂപയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ കൂടെയാണ് വാങ്ങിച്ചത്. ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ലൂസായിട്ട് ഉണ്ടാവണം. നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാം. ഇതിനെ നമുക്ക് ചെറിയ സ്പീഡിലിട്ടിട്ട് സ്റ്റിഫാവുന്നവരെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അത് ഇങ്ങനെ എടുക്കുമ്പോൾ താഴേക്കൊന്നും വീഴുന്നില്ല. ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു 3 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇങ്ങനെ അടിച്ചെടുക്കാൻ. ഈ ക്രീം 15 മിനിറ്റ് നേരം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇങ്ങനെ തിരിയുന്ന ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുക്കാം. അതിൻ്റെ മേലെ ഈ ഷീറ്റ് വെച്ച് കൊടുക്കാം. കുറച്ച് വിപ്പിംഗ് ക്രീം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് മേലെയുള്ള ലെയർ അടിയിൽ വെച്ച് കൊടുക്കാം. സെൻറ്ററിൽ നോക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി എടുക്കാം. ഇതുപോലത്തെ സ്പാറ്റുല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി എടുക്കാം. ഇതിൻ്റെ മേലേക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. കുറച്ച് കനത്തിൽ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് സ്പ്രെഡാക്കി എടുക്കാം. ഇതിൻ്റെ മേലെ ലാസ്റ്റത്തെ ലെയർ മേലെ വെച്ച് കൊടുക്കാം. അപ്പം നല്ല ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് പൊതിഞ്ഞെടുക്കാം. കേക്ക് ഞാനിവിടെ ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്.
15 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വെച്ച് കൊടുക്കാം. ഈ ചോക്ലേറ്റ് ഇതിൻ്റെ സൈഡിലെല്ലാം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സൈഡിലെല്ലാം കോട്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലും ഇതുപോലെ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ താഴെ വീണതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. സെൻറ്ററിലേക്ക് ഇതുപോലെ ഒരു കപ്പ് കൊണ്ട് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം. ഇപ്പോൾ അത് റൗണ്ട് ഷേപ്പായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ. എനിക്ക് ബേക്കിംഗ് അത്രയൊന്നും അറിയില്ല. പക്ഷേ മക്കളുടെ ബർത്ത്ഡേക്കൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കാറുണ്ട്. അവർക്കെല്ലാം വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്തതാ. ഫ്ലവർ ചെയ്തെടുക്കാം. അതുപോലെ എല്ലാ സൈഡിലും ഫ്ലവർ ചെയ്തെടുക്കാം. ഈ ഫ്ലവറിൻ്റെ മേലെ നമുക്ക് ഓരോ ചെറി വെച്ച് കൊടുക്കാം. നമ്മളുടെ സിമ്പിൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം.